കുടുംബകോടതി വിഷയങ്ങളുമായി ബന്ധപ്പെട്ട് വരുന്ന പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വീഡിയോ കാണുന്ന ആർക്കെങ്കിലും കുടുംബകോടതി വിഷയങ്ങളുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ കോൺടാക്ട് ചെയ്യാം. വാട്സപ്പ് നമ്പർ +91 79 94 97 14 19. ഒരുവട്ടം വിളിക്കുവാനുള്ള കൺസൾട്ടേഷൻ ഫീസ് 500 രൂപ. ഗൂഗിൾ പേ ചെയ്യുക. സ്വന്തമായി ഗൂഗിൾ പേ ഇല്ല എന്നുണ്ടെങ്കിൽ ഫ്രണ്ട്സിൻ്റെ ഗൂഗിൾ പേ ഉപയോഗിച്ചുകൊണ്ടും എമൗണ്ട് പേ ചെയ്യാവുന്നതാണ്. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് ഭർത്താവുമായി പിരിഞ്ഞു നിൽക്കുന്ന ഭാര്യമാർക്ക് ഭർത്താവിൻ്റെ കയ്യിൽ നിന്നും ചെലവിനുള്ള തുക മേടിക്കുവാനായിട്ട് പല മാർഗങ്ങളുണ്ടല്ലേ. ഒന്നാമത്തെ മാർഗം എന്താണ്? നമുക്ക് പറയാം CRPC 125(1) അല്ലെങ്കിൽ നമ്മളിപ്പോൾ പുതിയതായിട്ട് പറയുന്ന BNSS 146 പ്രകാരമോ ചോദിക്കാം. അതല്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ ഗാർഹിക പീഡന നിയമം അല്ലെങ്കിൽ ഡൊമസ്റ്റിക് വയലൻസ് ആക്ട് പ്രകാരം ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയിലോ അല്ലെങ്കിൽ ഇതേ ഗാർഹിക പീഡനം ഫാമിലി കോടതിയിൽ ഫയൽ ചെയ്തിട്ടോ അത് മുഖാന്തരവും എന്ത് ചെയ്യാനായിട്ട് പറ്റും? ചെലവിന് പൈസ മേടിക്കുവാനായിട്ട് സാധിക്കും. ഇത് നമുക്ക് എല്ലാവർക്കും അറിയാം. പക്ഷെ ക്വസ്റ്റ്യൻ ഇതാണ്, ഒരേ സമയം CRPC 125(1) പ്രകാരവും ഡൊമസ്റ്റിക് വയലൻസ് ആക്ട് പ്രകാരവും ഒരു സ്ത്രീക്ക് മൾട്ടിപ്പിൾ മെയിൻ്റനൻസ് മേടിക്കുവാനായിട്ടുള്ള അവകാശമുണ്ടോ എന്നുള്ളതാണ് ചോദ്യം. ചോദ്യത്തിൻ്റെ ഉത്തരം എന്ന് പറയുന്നത് എന്താണ്? ഒരു ബിഗ് നോ തന്നെയാണ്. ഒരിക്കലും പറ്റില്ല എന്നുള്ളത് പ്രത്യേകം മനസ്സിലാക്കുക. അതുമായി ബന്ധപ്പെട്ട് വന്നിട്ടുള്ള ഒരു ഹൈക്കോടതി വിധിയുണ്ട്. ആ വിധി നമുക്കൊന്ന് ആദ്യം പരിചയപ്പെടാം. വിധിയിൽ ഇങ്ങനെയാണ് പറഞ്ഞേക്കുന്നത്: The High Court held that 2 orders of maintenance passed wife can't claim for maintenance in both cases at the same time എന്നാണ് പറഞ്ഞേക്കുന്നത്. അതായത് ഒരേ സമയം തന്നെ ഭാര്യയ്ക്ക് CRPC മുഖാന്തരമോ ഡൊമസ്റ്റിക് വയലൻസ് ആക്ട് പ്രകാരമോ പൈസ മേടിക്കാനായിട്ട് പറ്റില്ല. ഒന്നില്ലെങ്കിൽ CRPC മുഖാന്തരം മേടിക്കുക, അല്ലെങ്കിൽ DV ആക്ട് പ്രകാരം മാത്രമേ മേടിക്കാനായിട്ട് സാധിക്കുള്ളൂ. രണ്ട് മെത്തേഡ് ഉപയോഗിച്ചുകൊണ്ടും ഒരു ഭാര്യ ചെലവിന് അങ്ങനെ പൈസ മേടിക്കുന്നുണ്ടെങ്കിൽ അത് നമ്മൾ എന്ത് ചെയ്യണം? കോടതിയിൽ പറഞ്ഞ് ആ ഓർഡർ നമുക്ക് എന്ത് ചെയ്യാനായിട്ട് പറ്റും? ഡിസ്മിസ് ചെയ്യുവാനായിട്ട് സാധിക്കും എന്നുള്ളൊരു കാര്യം മനസ്സിലാക്കുക. ഇത് May 15, 2023 വന്നിട്ടുള്ള കോടതി വിധിയാണ് എന്നുള്ളതും മനസ്സിലാക്കുക. ഓക്കെ, സോ ഈ ഇൻഫോർമേഷൻ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ തീർച്ചയായും നമ്മുടെ ചാനലിൽ സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്ത് കാണുന്ന ആ ബെൽ ബട്ടൺ എനേബിൾ ചെയ്യുക. പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ബൈ.